കണ്ണൂർ പാനൂരിലെ വിഷ്ണുപ്രിയ അങ്ങനെ ആരും മറന്നു കാണില്ല. കാരണം അത്രത്തോളം വലിയ ഒരു ദാരുണമായിട്ടുള്ള ഒരു കൊലപാതകമായിരുന്നു അത്. ആ പെൺകുട്ടിയുടെ കഴുത്ത് വെട്ടിയെടുത്ത് മാറ്റിയിരുന്നു. ശരീരമാസകലം പരിക്കുകൾ ഉണ്ടായിരുന്നു. മരണകാരണം അല്ലെങ്കിൽ കൊലപാതകം ചെയ്യാനുള്ള കാരണം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ കാമുകനായിരുന്നു ഇത് ചെയ്തത്. കാരണമായിട്ട് പറഞ്ഞതാവട്ടെ പ്രണയ നൈരാശ്യം. ആ കാമുകൻ വിഷ്ണുപ്രിയ എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ കൊല ചെയ്യാനുള്ള കാരണമായിട്ട് പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക, ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുക. അതിൽ മനസ്സിലാകുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് നോ പറഞ്ഞത് കൊണ്ടാണ് ആ പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ്. എന്തായാലും ആ ഓഡിയോ ക്ലിപ്പ് ശ്രദ്ധിച്ചു കേൾക്കുക. അന്ന് ഷോപ്പിൽ പോയ ഇടക്കിടക്ക് വിളിച്ചോണ്ടിരിക്കും. ഞാൻ പറഞ്ഞു പണി സ്ഥലത്താ, നീ ഓൺലൈൻ കയറുന്നു, നീ ഓൺലൈനിലുണ്ട്, നീ ഓൺലൈനുണ്ട്. അത് എന്റെ ആവശ്യങ്ങൾക്ക് കേൾക്കുന്നു. ഓൺലൈൻ എനിക്ക് കല്ലിനെ വിളിച്ചിട്ട് ഇങ്ങളെന്താ പറഞ്ഞേ? ഓള് ഓൺലൈൻ കയറുന്നുണ്ട്, അന്നെ വിളിച്ചിട്ടില്ല. അത് ഞാൻ പറഞ്ഞു. എപ്പ പറഞ്ഞത്? ഞാൻ പറഞ്ഞു അന്ന് 12 മണിക്ക് അവക്കൊരു മെസ്സേജ് അയച്ചിരുന്നു. അതിന് ശേഷം ഓള് ഇങ്ങനെ ബ്ലോക്കെല്ലാക്കി പോയ പിന്നെ എന്നെ വിളിച്ചിട്ടാണ്. എന്നാ പ്രശ്നം അറിയില്ല, ഇങ്ങനെ വിളിച്ചു നോക്കുന്ന പറഞ്ഞു. അതിന് എനിക്ക് താല്പര്യമില്ല. എന്തിനാണ് എനിക്ക് എന്റെ സങ്കടം നോക്കിയിട്ട് കാര്യമില്ല. എനിക്ക് എന്റെ ലൈഫ് നോക്കണ്ട. അപ്പൊ എന്റെ ലൈഫ് ഞാൻ എങ്ങനെയാ ഇനി എന്തെങ്കിലും ആയിക്കോ, എനിക്ക് അറിയണ്ട. എനിക്ക് സമാധാനമുണ്ട്. എന്റെ ലൈഫ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവാ ഇനി പറ. അതാ എനിക്കറിയില്ല. ഇങ്ങനെ എനിക്ക് എന്തോ എനിക്ക് ഒരു ഫീലിങ്സും ഇല്ല എന്നെ ഒഴിവാക്കുന്നതില്. ഇല്ല, എനിക്കിപ്പോ ഒരു ഫീലിങ്സും ഇല്ല. ഞാൻ ഫീലിങ്സിനോട് ഇതായി കഴിഞ്ഞാൽ എനിക്ക് ഇതാവില്ല. ഫീലിങ്സ് എല്ലാം നോക്കേണ്ട ആവശ്യം. എന്റെ ഇപ്പൊ നോക്കണ്ട. എനിക്ക് നോക്കുന്നതാണ്. പിന്നെ എന്തിനാണ് സ്നേഹിച്ച് അബദ്ധം പറ്റിപ്പോയി. ഞാൻ എന്റെ അബദ്ധം പറ്റിപ്പോയി. എന്തെന്നാണ് ഇങ്ങനെയെല്ലാം പറയുന്നത്? എനിക്ക് താല്പര്യമില്ല. എന്നെ കൊണ്ടൊന്നും പറ്റില്ല, ഒന്നും ആക്കൂല. എനിക്ക് അത് നീ എന്തെങ്കിലും ആക്ക്. നീ കാണിക്കാനിക്ക് ഇനി എന്നെ കൊണ്ട് പറ്റൂല. എനിക്ക് താല്പര്യമില്ല. വീട്ടുകാർക്കും ഇതായി കഴിഞ്ഞ് ഇനി എന്നെ വിളിക്കണ്ട. വീട്ടുകാരോട് ഞാൻ പറഞ്ഞു, ഇനി ഒഴിവാക്കി. അച്ഛനോട് അടക്കം ഞാൻ പറഞ്ഞു. അച്ഛൻ വന്ന് നല്ല കാര്യമൊന്നും. അച്ഛനും സന്തോഷിച്ചു. അപ്പൊ ഞാൻ ഇനി എന്റെ വീട്ടുകാരോടൊക്കെ പറഞ്ഞ എന്തെല്ലാം പ്രശ്നം ഉണ്ടാവും എനിക്കറിയാവോ? വീട്ടുകാരായിട്ടല്ലേ, വീട്ടുകാരല്ലേ നേരത്തെ ഞാൻ അന്നേരം ഞാൻ പറയുന്നുണ്ട്. നോക്കി അതന്നെ ഇപ്പൊ ഞാൻ സമ്മതിച്ചു കൊണ്ടുവന്നെടുക്കുന്ന ഇനി എല്ലാം ഒഴിവായി എന്ന് പറയുമ്പോ എന്റെ വീട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നടക്കുമെന്ന് അറിയാവോ? ഉറപ്പ എന്റെ വീട്ടിലെത്തും. അത് 100% ഗ്യാരണ്ടിയാ. എല്ലാം ഇനി ഏറ്റെടുക്കാൻ തയ്യാറല്ലേ? ഓക്കെ. ആണോ? തയ്യാറാണ്. എന്നാലും ഒരു മിനിറ്റ്. എന്റെ വീട്ടിൽ വന്നിട്ട് പ്രശ്നം ഉണ്ടായിട്ടില്ല. വെറുത്ത് കൂടിയില്ല. വെറുത്ത് കൂടിക്കോട്ടെ. ഏതായാലും എന്തെന്ന് എന്നെ ഭീഷണിപ്പെടുത്തിട്ട് ഭീഷണിപ്പെടുത്തുന്നതല്ല ഭീഷണിപ്പെടുത്തിട്ട് ഒന്നും ഇതാക്കാൻ നിൽക്കണ്ട. ആര്? ഞാനാ? അയ്യോ ഭീഷണിയല്ല. ഞാൻ എന്റെ കാര്യം പറഞ്ഞൊന്നുമില്ല. എന്റെ അവസ്ഥ ഞാൻ വീട്ടുകാരെ മുന്നിൽ ഞാൻ അനുഭവിക്കേണ്ട എന്റെ ഒരു സിറ്റുവേഷനാ ഞാൻ പറഞ്ഞ. അല്ലാണ്ട് എനിക്ക് ഇന്നെ ദ്രോഹിക്കണം എന്ന് എനിക്ക് ഒരു താല്പര്യമില്ല. അങ്ങനെയാണെങ്കിൽ വീട്ടില് നിങ്ങൾ പറയില്ലല്ലോ, എന്റെ വീട്ടിലേക്ക് ഇതാവൂല, നിങ്ങൾ ഭീഷണിപ്പെടുത്തും പോലെ പറയില്ലല്ലോ. അതുകൊണ്ട് അല്ല ഞാൻ ഒരു മിനിറ്റ് നിങ്ങളെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഐഡിയയോട് പറഞ്ഞു, ഐഡിയ ഇനി ഇതിന്റെ പേരിൽ എന്താ പ്രശ്നം ഉണ്ടെങ്കിൽ ഈ നോയിക്കോളും. ഞാൻ ചോദിക്കോ പറയും, ഞാൻ നോയിക്കോളും. ഒരു കോപ്പ് നടക്കൂല. എന്റെ അനിയൻ പറഞ്ഞു, ഇനി ഇതിന്റെ പേരിൽ എന്താ പ്രശ്നമുണ്ട്, ഞാൻ നോയിക്കോളും പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെനിക്ക് പ്രശ്നമില്ല. എനക്ക് എന്റെ വീട്ടുകാരുണ്ട്. എനിക്ക് വേറെ ഒരാൾ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. എനക്ക് എന്റെ വീട്ടുകാരുണ്ട്. അതിനെ വെച്ച് കെട്ടാച്ചടക്കായിട്ട് വീട്ടിലിരുന്നാൽ എനിക്കൊരു പ്രശ്നമില്ല. എന്ത് വെച്ചാൽ ഞാൻ നിങ്ങളെ കിട്ടൂല. കെട്ടാച്ചടക്കായിട്ട് വീട്ടിലിരുന്നാൽ എനിക്കൊരു പ്രശ്നമില്ല.
അതെന്താ ഇങ്ങനെ എന്നെ വെറുക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റാണ് ചെയ്തേ? എനിക്ക് താല്പര്യമില്ല. എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ. ഇപ്പൊ ഞാനല്ല ഫ്രീ മൈൻഡാ. എനിക്ക് എന്റേതായ കാര്യങ്ങൾ ചെയ്യാം. നീ ഇതൊക്കെ നിന്നോട് വിളിച്ച് ചോദിച്ച് ഇതാക്കിയ അല്ല മോളെ, ഞാൻ എന്റെ ഏതെങ്കിലും കാര്യത്തിൽ ഞാൻ എന്റെ എതിരെ ഇങ്ങനെ അല്ല ആടെ പോണ്ടാന്നോ ഇവിടെ പോണ്ടാന്നോ അത് ഞാൻ സാന്ദ്രത്തിൽ ഇങ്ങനെ വിട്ടിട്ട് എന്നിട്ട് എന്നോട് ഇങ്ങനെ ചെയ്യാന്ന് വെച്ചാല് എനിക്ക് താല്പര്യമില്ല. വീട്ടിലെല്ലാം ഒഴിവാക്കി തന്നെ ഇല്ലേ? വീട്ടിലെല്ലാം ഒഴിവാക്കി തന്നെ ഇല്ലേ? നിങ്ങളെ വീട്ടിൽ പറഞ്ഞ എനിക്ക് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലേ ഒരു മിനിറ്റ്, വീട്ടുകാര് വന്നിട്ട് ഇതാക്കി കഴിഞ്ഞാല് ഞാൻ പറയാം എനിക്ക് താല്പര്യമില്ല. എന്റെ അവസ്ഥയല്ല, എനിക്ക് താല്പര്യമില്ല. വീട്ടിലെന്നെ എന്ത് പ്രശ്നം ഉണ്ടായിക്കോട്ടെ. ആടെയും ഞാൻ തന്നെ നാണങ്ങള്. പക്ഷെ എന്ത് ചെയ്യാനാ, അവര് ഞാൻ പിന്നെ വീട്ടിലേക്ക് വന്നിട്ട് ഇങ്ങനെയാക്കോ അങ്ങനെയാക്കോ നോക്കി ഭീഷണിപ്പെടുത്തല്ല. ഇത്രയും പറഞ്ഞ് ഇതാക്കിയിട്ട് എന്തുകൊണ്ടാ പെട്ടെന്ന് പോകുന്ന ഓർക്ക് അറിയേണ്ടിട്ട് ഓരോ ചില സമയം വന്നിരിക്കും. ഞാൻ പറഞ്ഞോളൂ. എന്റെ അടുത്ത് ചോദ്യമാണ്, ഞാൻ പറഞ്ഞോളൂ. എന്റെ അനിയൻ പറഞ്ഞോളൂ. എനിക്ക് എന്റെ വീട്ടുകാരുണ്ട്, എന്റെ അച്ഛനും അമ്മയും എന്റെ അനിയനും ഉണ്ട്. പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങനൊക്കെ വിളിച്ചത്? എന്നോട് ഞാൻ അന്നേ പറയുന്നത് ഞാൻ ഒരു മിനിറ്റ്, ഞാൻ എന്നോട് അന്നേ പറയുന്നത് നോക്കി അങ്ങനെ പോലും നീ നോക്കിയിട്ടില്ല. ഒരു മിനിറ്റ്, എന്ത് നോക്കുന്നേന്ന് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് കൂടുതൽ എന്നോട് പഴയ കാര്യം സെലക്ട് ചെയ്തെടുക്കാൻ പറ്റൂല. ഇത് ഇവിടെ തീർന്നു. ഇനി അന്നെ പറ്റിയിട്ട് ഒരാള് വിളിക്കരുത്. എന്നെ പറ്റിയിട്ട് അറിയാനോ അല്ലെങ്കിൽ എന്നെ വിളിച്ചിട്ട് കോംപ്രമൈസ് ചെയ്യാനോ ഒരാളും എന്നെ ഈ ഫോണിൽ വിളിക്കരുത്. അങ്ങനെ പറയുന്നു? വിളിക്കരുത്. എനിക്ക് താല്പര്യമില്ല. ഞാനൊരു കാര്യം ചെയ്യട്ടെ? നീ എന്തിനാ എന്നെ ഇങ്ങനെ വലിയ വിളിച്ച? എന്തിനാ എന്നെ ഇങ്ങനെ ആഗ്രഹിപ്പിച്ച? അതിനെന്താ ഉത്തരം ഇല്ല എന്റെ അടുത്ത്? ഉത്തരം ഉണ്ട്, ഇനി ഉത്തരം പറഞ്ഞേ പറ്റൂ. എനിക്ക് എല്ലാത്തിനും ഉത്തരം പറയാൻ പറ്റില്ല. എനിക്ക് എന്റേതായ എനിക്ക് ഇപ്പം തന്നെ സമയം പോയി. എന്റെ സമയമാവോ നിന്നെ വിളിച്ചിട്ട്? എന്ത് സമയമാവും? എനിക്ക് എവിടെയാ പോണ്ടേ? അത് ഇങ്ങോട്ട് പറയേണ്ട ആവശ്യം എനിക്കില്ല. അല്ല, എന്തിനാണ് എനിക്ക് അതിന്റെ ഉത്തരം കിട്ടിയേ പറ്റൂ. എന്തിനാണ് എന്നെ ഇങ്ങനെ ആഗ്രഹിപ്പിച്ച എല്ലാവരും മുന്നിൽ കെട്ടിച്ചമിച്ച് എല്ലാം ഓക്കെ. ഞാൻ ആ സമയത്ത് ഞാൻ എന്നോട് പറയുന്നുണ്ട്, ഏട്ടാ നോക്ക്. എന്നാലും എന്റെ വീട്ടുകാർക്കോ അന്ന് കല്ല് ലാസ്റ്റ് നിന്റെ അമ്മേനോടല്ലേ ചോദിച്ചിന്, എന്റെ അമ്മ എന്നാണ് എന്ത് ഞാക്ക നോക്കാം. അങ്ങ് എന്തോ ഒരു ജാതി ഉത്തരം. എന്തും നോക്കാം. അല്ല പൊട്ടന്നാക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞേ? ഇല്ല, അതല്ല അതല്ല പറഞ്ഞ. കല്ല് അങ്ങനെയല്ല ചോദിച്ചു. കല്ല് ചോദിച്ചു എനിക്ക് ഇപ്പോലെ മനസ്സിലുണ്ട്. കല്ല് ചോദിച്ചത് വീട്ടിൽ നിങ്ങളെല്ലാം പോയി കഴിഞ്ഞല്ലേ എന്താ മോൻ വെക്കൂലേ, അത്രയും വിചാരിച്ചിട്ട് ഓർക്ക് മോനെ കെട്ടിക്കണം എന്നില്ല. നിങ്ങൾ അമ്മേനെ കുറ്റപ്പെടുത്തിയെന്നല്ല, കുറ്റപ്പെടുത്തില്ല. ആർക്കും താല്പര്യമില്ല. നിങ്ങൾ അച്ഛനും എന്റെ അച്ഛനില്ല ഒരു കല്യാണം എന്തെങ്കിലും ആയിക്കോട്ടെ, മോന്റെ ആയിക്കോട്ടെ, എന്റെ അച്ഛന്മാരുടെ മുന്നിട്ടറിയാം വീട്ടിന്റെ മുന്നിട്ട് മോനെ മുന്നോട്ട് നയിക്കുക. ഇതെല്ലാം നെഗറ്റീവ്. ഞാൻ കണ്ടെടുത്തോളതാണ് ഈ 3 വർഷത്തോളം. പിന്നെ എനിക്കെന്ത് ഇതായില്ലേ? അച്ഛനും അമ്മേനെയും കുറ്റപ്പെടുത്താൻ വേണ്ടിട്ട് പറഞ്ഞതല്ല. ഞാൻ ഈ വർഷത്തിൽ എനിക്ക് കണ്ട കാര്യ പറയുന്നത്. ഒട്ടും പോലും ക്ഷമിക്കാൻ പറ്റില്ല. ഇല്ല, പറ്റൂല. അത്രക്കും വലിയ തെറ്റാ? അത്രക്ക് വലിയ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ഇത്രയും ഇതാക്കിയിട്ട് പിന്നെയും അന്നെ വെറുപ്പ് സൃഷ്ടിക്കാനല്ലാണ്ട് പിന്നെ കൂടുതലൊന്നും നിങ്ങൾ ചെയ്യുന്നില്ല. അത് സഹതാപം തോന്നുന്നു എനിക്ക് അവിടെ തോന്നുന്നില്ല. വിളിച്ചിട്ട് മൊത്തം എന്നെ കൊണ്ടുള്ള കുറ്റല്ലേ പറയും നിങ്ങള്. എന്നാണേ കുറ്റം പറഞ്ഞു? ഞാൻ എന്റെ കാര്യല്ലേ ഞാൻ പറയുന്നത്.
അന്നെ ഇങ്ങനെ ഓള് വിളിക്കുന്നില്ല ഇത്രയും കാലം ഇങ്ങനെ അന്നോള് വേണ്ടെന്ന് പറയുന്നത് ആ പറഞ്ഞ തെറ്റ ഇന്നെ കൊണ്ടില്ല കുറ്റം അത് നടക്കുന്ന കാര്യമല്ല പറയുന്നത്. എനിക്ക് ഇന്നലെ ചോദിച്ചാൽ എനിക്ക് വേറെ ആളായിരുന്നു ഉളുപ്പുണ്ടാവും കുറച്ചെങ്കിലും ചോദിക്കാൻ. എനിക്ക് ഒന്നിനെ വെച്ചിട്ട് രണ്ട് കാലിൽ തോന്നിയത് എനിക്ക് താല്പര്യമില്ല. ഇപ്പൊ എനിക്ക് ഫ്രീ മനസ്സാണ്. വയ്യോട്ട് ചിലപ്പോ നീ നല്ല നിലയിൽ എത്തിക്കഴിഞ്ഞാല് നീ നല്ല രീതിയിൽ കല്യാണം കഴിച്ചോ. അല്ലെങ്കിൽ ആ സമയത്ത് എനിക്ക് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ഇതേപോലെ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ ഞാൻ വരും. അല്ലാതെ എനിക്കിപ്പൊ എന്നോട് ഒന്നും എനിക്ക് പറയാനില്ല. ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യട്ടെ. അനക്ക് ഒരു 6 മാസം സമയം നന്നായി. ഞങ്ങൾക്ക് സമയം തരാൻ പറ്റൂല. ഞാൻ വീട്ടിലെല്ലാം പറഞ്ഞ് ഇതാക്കി. വീട്ടുകാർക്കും സന്തോഷമില്ലോ. അത് സമയം തരാൻ പറ്റൂല. സമയത്തോളം ഞാൻ തന്നു. സമയത്തോളം ഞാൻ തന്നു. അതിലും എനിക്ക് യോജിക്കാൻ പറ്റൂല. ഇല്ല, എനിക്ക് എന്നോട് എന്റെ കൂടെ ജീവിക്കാൻ എനിക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ല. എന്റെ കൂടെ ജീവിക്കാൻ തീരെ ഇൻട്രസ്റ്റ് ഇല്ല. എന്തിനാ നീ എന്നെ ഇങ്ങനെ തുള്ളിച്ചെന്ന് എനിക്ക് തിരിയാതെ എല്ലാരുടെ മുന്നിലും അറിയിച്ച് അങ്ങനെയാണെങ്കിൽ പിന്നെ ഇങ്ങനെ ആദ്യം മൈൻഡിലുണ്ടെങ്കിൽ ആദ്യം മൈൻഡിലൊന്നും ഇല്ല. പിന്നെ പെട്ടെന്ന് ഒരാളെ മൈൻഡിൽ ഇങ്ങനെ ഒരിക്കലും വരില്ല. എന്റെ മൈൻഡിൽ പോലും ഇങ്ങനെ ഇല്ലേനോ ഇങ്ങനെയാവുന്നു. ഞാനിങ്ങനെയാണെന്ന് പ്രതീക്ഷിച്ചൊന്നുമില്ല. ഞാനിങ്ങനെ എന്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചിന്തിച്ചു നോക്കുമ്പോ എനിക്കിതാക്കി എനിക്ക് വേണ്ടാന്ന് തോന്നി. പിന്നെ എന്റെ ഹലോ എന്റെ വീട് എടുത്തതെപ്പാ എന്റെ അമ്മേടെ കല്യാണം കഴിഞ്ഞിട്ട. എന്റെ അമ്മ അനുഭവിച്ച എത്രത്തോളം ഞാൻ കണ്ടതാണ്. അമ്മക്ക് ഒരു തരിപ്പ് ഒരു പൊന്നു പോലും കിട്ടിയിട്ടില്ല. എടോ അങ്ങനെ പൊന്നിന്റെ കാര്യമില്ല പറഞ്ഞ്. ഇങ്ങനെ വേറെ എന്റെ അച്ഛനും ഇഷ്ടമല്ലാണ്ട് വേറെ നോക്കുന്നു, വേറെ കല്യാണം കഴിക്കാൻ പോകുന്നെങ്കിൽ ഞാൻ ഈ കാര്യം പറയട്ടെ. ഞാൻ പറയുന്ന എടുക്കുന്നു. പൊന്ന് കാര്യം നരകിക്കൂ. വീട് എടുക്കാൻ വേണ്ടി ചില്ലറ കളിയല്ല. ഓടി പണിയണം. ആര് നരകിക്കുന്നു? ഞാൻ നരകിക്കും. ഞാന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ടി വരും. ഞാൻ പിന്നെ ഓടേണ്ടി വരൂലേ? എനിക്ക് അതിനോടൊന്നും. അന്ന് ഷോപ്പിൽ പോയ ഇടക്കിടക്ക് വിളിച്ചോണ്ടിരിക്കും. ഞാൻ പറഞ്ഞു പണി സ്ഥലത്താ, നീ ഓൺലൈൻ കയറുന്നു, നീ ഓൺലൈനിലുണ്ട്, നീ ഓൺലൈനുണ്ട്. അത് എന്റെ ആവശ്യങ്ങൾക്ക് ഓൺലൈൻ. എനിക്ക് കല്ലിനെ വിളിച്ചിട്ട് ഇങ്ങളെന്താ പറഞ്ഞേ? ഓള് ഓൺലൈൻ കയറുന്നുണ്ട്, അന്നെ വിളിച്ചിട്ടില്ല. അത് ഞാൻ പറഞ്ഞു. എപ്പാ പറഞ്ഞത്? ഞാൻ പറഞ്ഞു അന്ന് 12 മണിക്ക് അവക്കൊരു മെസ്സേജ് അയച്ചില്ലായിരുന്നു. അതിന് ശേഷം ഓള് ഇങ്ങനെ ബ്ലോക്കെല്ലാക്കി പോയ പിന്നെ എന്നെ വിളിച്ചിട്ടാണ്. എന്നാ പ്രശ്നം അറിയില്ല, ഇങ്ങനെ വിളിച്ചു നോക്കുന്ന പറഞ്ഞു. അതിന് എനിക്ക് താല്പര്യം എന്തിനാണ് എനിക്ക് എന്റെ സങ്കടം നോക്കിയിട്ട് കാര്യമില്ല. എനിക്ക് എന്റെ ലൈഫ് നോക്കണ്ട. അപ്പൊ എന്റെ ലൈഫ് ഞാൻ എങ്ങനെയാ ഇനി എന്തെങ്കിലും ആയിക്കോ, എനിക്കറിയണ്ട. എനിക്ക് സമാധാനമുണ്ട്. ഞാൻ പിന്നെ ഓടേണ്ടി വരൂലേ? എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല. എങ്ങനെ ആരയിക്കുന്നു? ഉദ്ദേശിച്ച അണ്ടത്തരം വന്നാൽ ഇങ്ങനെ ആരയിച്ചു വന്നു. എനിക്ക് താല്പര്യമില്ല. ഇങ്ങനെ പിന്നെയും പിന്നെ ഞാൻ എടാ എനിക്ക് നിന്റെ മനസ്സ് മാറും. നീ എത്ര പറഞ്ഞാലും കഴിഞ്ഞാൽ എനിക്ക് സഹതാപത്തിന്റെ പേര് ഇപ്പോൾ തോന്നുന്നില്ല. അതന്നെ, അതെന്തുകൊണ്ട് എനിക്ക് എങ്ങനെ അങ്ങനെ പറയാൻ തോന്നുന്നു? എനിക്കറിയില്ല. ഈ കള്ളക്കരച്ചൊന്നും കരയേണ്ട ആവശ്യമില്ല. എനിക്ക് എന്തുകൊണ്ട് അങ്ങനെ തോന്നുന്നു? കരയുന്നു. ഇതാ പറഞ്ഞ എനിക്കൊരു ഫീലിംഗ് പോലും ഇല്ലല്ലോ. ഇല്ല, എനിക്കില്ല. ഒഴിവാക്കുന്നേ സന്തോഷം. അതന്നെ, അതെന്തുകൊണ്ട് ഇങ്ങനെ സന്തോഷം? അറിയില്ല. എനിക്ക് മനസ്സിനെ ഹാപ്പി കിട്ടുന്നു. അടച്ചിട്ട മുറിയിൽ അതായത് ഭരിക്കുന്ന പോലെ പെരുമാറ്റം ഇതുവരെ
ഇങ്ങനെ ഇല്ലേ കഴിയുമ്പോട്ടെ ഇനി എന്നെ വിളിക്കണ്ട. എനിക്ക് തീരെ എനിക്കൊരു സമയം പോന്ന്. ഈ പറയുന്ന അതിനോട് ഞാൻ 100% യോജിക്കും. ഞാൻ ഇതുവരെ അയച്ചു ഒന്നും ചെയ്തില്ല. വേഗം പറ, എനിക്ക് സമയമില്ല, വേഗം പറ. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നു എനക്കറിയാം. ഓക്കെ, എനിക്ക് താല്പര്യമില്ല. എന്ത് നീ ഒറ്റയടിക്ക് ഇങ്ങനെ പറയാൻ കാരണം എന്നാ? എനിക്ക് താല്പര്യം ഇൻട്രസ്റ്റ് ഇല്ല. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. എനിക്ക് വിളിക്കാനൊന്നും തോന്നുന്നില്ല. എന്തുകൊണ്ട് ഈ ഒറ്റൊരു ദിവസം കൊണ്ട് എനിക്ക് എന്തുകൊണ്ടാ ഇങ്ങനെ വിളിക്കാൻ ഞാൻ ഒറ്റ ദിവസം കൊണ്ടാ ഇനി അപ്പൊ കൊറേ കാലം മുന്നേ എടുത്ത തീരുമാനം ഇത്? ഞാൻ കൊറേ കാലം മുന്നേ നടത്തിട്ടില്ല. എത്ര ദിവസം മുന്നേ എടുത്ത തീരുമാനം? അത് എനിക്ക് ഓർമ്മയൊന്നുമില്ല. ദിവസം കാണാൻ അത് പറയണം. ഇനി ഇങ്ങനെ പെട്ടെന്ന് അത് പറഞ്ഞിരിക്കണം എന്നോട്. എന്തുകൊണ്ടാ ഞാൻ ഇതിന്റെ ഒരു കാര്യം പറയുന്ന മുമ്പിട്ട് ഞാൻ പറഞ്ഞു എന്തെന്ന് അന്നെ എഡ്യൂക്കേഷൻ ചെയ്യുന്നവരെ വിളിച്ചുകൊണ്ടിരിക്കല്. കാരണം വെച്ചാല് ഞാൻ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അതിന് എനിക്ക് ഫസ്റ്റ് ഇതായത്. എന്തെന്ന്